ഗംഭീര ആക്ഷൻ സീനുകളോടെയാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന കരം എന്ന സിനിമയുടെ ട്രെയിലർ വന്നിട്ടുള്ളത്. വിനീത് തന്റെ സ്ഥിരം ശൈലി വിട്ട് ഒരു ആക്ഷൻ ത്രില്ലറുമായാണ് എത്തുന്നതെന്നാണ് ട്രെയിലർ സൂചന നൽകുന്നത്. തോക്കുമേൽ നിൽക്കുന്ന നടൻ നോബിൾ ബാബുവിൻ്റെതായി എത്തിയ പോസ്റ്റർ മുൻപ് വൈറലായി മാറിയിരുന്നു. ഇപ്പോഴത്തെ ട്രെയിലറും എവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഏറ്റവും ത്രില്ലിംഗ് ആയി തോന്നിയത് കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ പരിശീലകൻ ഇവാൻ ബുക്കോമനോവിച്ച് സിനിമയിൽ ഉണ്ടെന്നതാണ്. ഇത്തവണ ആശാന്റെ കയ്യിൽ പന്തല്ല, പകരം തോക്കാണ് ഉള്ളത്. സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതോടെ ബുക്കോമനോവിച്ചിന്റെ രംഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകന്മാരിൽ ആരാധകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഇവാൻ ആശാൻ. അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള ബന്ധവും ഏറെ വൈകാരികമായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് വിട്ടതിൽ പിന്നെ ഇവാൻ ആശാൻ മറ്റൊരു ടീമിനെയും പരിശീലിപ്പിച്ചിട്ടില്ല. അതിനിടെയാണ് മലയാള സിനിമയിലേക്കും ആശാൻ ഇപ്പോൾ എത്തുന്നത്. സെപ്റ്റംബർ 25-നാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് റിലീസ്. പ്രണയത്തിനും സൗഹൃദത്തിനും കുടുംബ ബന്ധങ്ങൾക്കുമൊക്കെ പ്രാധാന്യം നൽകുന്ന സിനിമകളാണ് സാധാരണയായി വിനീത് ശ്രീനിവാസൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ ത്രില്ലർ സിനിമയുമായി വിനീത് എത്തുമ്പോൾ പ്രേക്ഷകരും ഏറെ പ്രതീക്ഷയിലാണ്. വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ജോർജിയ, റഷ്യയുടെയും അസർബൈജന്റെയും ചില അതിർത്തികൾ എന്നിവിടങ്ങളിലാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. 2024 ഏപ്രിൽ മുതൽ ഒരു വർഷം എടുത്താണ് ലൊക്കേഷൻ കണ്ടെത്തി പ്രീ പ്രൊഡക്ഷൻ ജോലികൾ നടന്നത്. ഷിംല, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ 5 ദിവസത്തെ ഷൂട്ടിംഗ് നടന്നിരുന്നു. എന്നാൽ ഒറ്റ ദിവസം മാത്രമാണ് കേരളത്തിൽ കൊച്ചിയിൽ ഷൂട്ടിംഗ് നടന്നത്. ഈ സിനിമയിൽ ചെന്നൈ ഇല്ലെന്നതും സിനിമാ പ്രേമികൾക്ക് ഒരു ആശ്വാസമാണ്. പതിവ് ശൈലിയിൽ നിന്നും മാറിയുള്ള ആക്ഷൻ ത്രില്ലർ സിനിമ ആണെന്നുള്ളത് ഉറപ്പാണ്. മറ്റൊരു പ്രധാന കാര്യം ഇതിൽ ഫ്രം ദി ഡയറക്ടർ ഓഫ് തിര എന്നാണ് എഴുതി കാണിക്കുന്നത്. അതിലുണ്ട് ഈ സിനിമയെക്കുറിച്ചുള്ള എല്ലാം. 2013 റിലീസായി തിയേറ്ററിൽ പരാജയമായി മാറിയ സിനിമയാണ് തിര. പക്ഷേ അതൊരു മികച്ച സിനിമ തന്നെയായിരുന്നു. ഹിറ്റ് സിനിമകൾ ഉണ്ടായിട്ടും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരുന്ന തിരയുടെ ഡയറക്ടർ എന്ന് വിനീത് ശ്രീനിവാസൻ അഭിമാനത്തോടെ പറയണമെങ്കിൽ ഈ സിനിമയിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തന്നെ കരുതാം. സിനിമയുടെ വിജയത്തിൽ അല്ലെങ്കിൽ തിയേറ്ററുകളിലേക്ക് ആളുകളെ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാൻ പോകുന്നത് ആശാന്റെ സാന്നിധ്യം തന്നെയായിരിക്കും. ഇവാൻ ആശാന്റെ പോസ്റ്ററിലെ വേഷം കണ്ട് ഷെഫാണോ എന്ന് ചോദിക്കുന്നവർക്ക് ട്രെയിലറിൽ അതിനുള്ള മറുപടിയുമുണ്ട്. കയ്യിൽ തോക്കുമായി മാസ് ലുക്കിലാണ് ആശാന്റെ വരവ്. വിനീത് ശ്രീനിവാസൻ പങ്കുവച്ച ട്രെയിലർ പോസ്റ്റിന് താഴെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കമന്റുകൾ നിറയുകയാണ്. ബ്ലാസ്റ്റേഴ്സ് വിട്ടെങ്കിലും ആശാൻ കേരളം വിട്ടു പോകില്ലെന്നും മഞ്ഞപ്പട തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളിക്കും എന്നൊക്കെയാണ് കമന്റുകൾ. ട്രെയിലർ എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. ഇനി സിനിമയുടെ മേക്കിംഗ് എങ്ങനെയായാലും ഇനീഷ്യൽ കളക്ഷൻ തകർത്തു വാരും. അതാണ് ഇവാൻ ആശാന്റെ കേരളത്തിലെ ഫാൻസ് പവർ.